ഹലോ ഗായ്സ്, ഡ്യൂഡെക്സ് ഹബീബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡ്യൂഡെക്സ് ഹബീബിലെ ക്യാമറമാൻ EMI. ഞങ്ങൾ ഈ ഡ്യൂഡെക്സ് ഹബീബിലെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളുടെ സ്റ്റുഡിയോ ഇപ്പോൾ ഡെക്കറേഷനും അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലെ വർക്ക് അപ്പോൾ നമുക്കൊന്ന് കാണാം. കമോൺ. നമ്മുടെ പ്രൊഡ്യൂസറൊക്കെ എഡിറ്റർ അവിടെ ഇരുന്ന് വർക്കിലാണ്. എഡിറ്റർ ഡ്യൂഡ്, ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇപ്പം എന്തായാലും നമ്മുടെ ക്യാമറമാനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ. അതുപോലെ ഞങ്ങളുടെ എഡിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഇത് റൂമൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾ നേരത്തെ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ കാണിച്ചത് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഏകദേശം അവിടെ ആയിട്ട് വരും. ഇന്നലെ ഷൂട്ട് ചെയ്ത് ഇന്നലെ ഷൂട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരുത്തേം നമ്മളെ കളിയാക്കുന്നത് കേസ് അതിനെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ റീലിട്ടിരുന്നത്. ഇന്ന് നമ്മൾ റീലിട്ടതെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഓഫീസല്ല, നമ്മൾ ഇച്ചിരി നമുക്ക് ക്യാമറ എഡിറ്റ് ചെയ്യാനായാലും ഇച്ചിരി പ്രൈവസി ഷീറ്റായിട്ട് ഒരു ശബ്ദമൊന്നും ഇല്ലാത്ത രീതിയിലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേസ്. അതായത് നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഓഫീസ് കാണിക്കുന്ന കാര്യമാണ് കേസ്. ഓഫീസ് ആണ്. ഇതെത്ര സ്പേസ് ഇത്ര കൊണ്ട് കേസ് നോക്കണം. ഇപ്പോൾ ഓഫീസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏരിയ നമ്മൾ ഷൂട്ടിംഗ് പ്ലേസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. നമ്മുടെ ഈ ഏരിയയിൽ താഴെ ഭാഗം കാണുന്നത് മൊത്തം നമ്മുടെ ഡെക്കറേഷൻ എഡിറ്റിംഗ് സംഭവത്തിന് മാത്രമാണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സാധനം വെള്ള സാധനം ഇരിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ സാധനം എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് സീനിൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ടീമിനെല്ലാം ഇരിക്കാൻ വേണ്ടി ഉള്ള സംഭവമാണ് കേസ്. എന്നാൽ ഇപ്പം ഞാൻ വെള്ള സാധനത്തെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിനെക്കുറിച്ച് ഇന്നലെ ഒരു 6 മണിയായപ്പോൾ ഇന്നലെ ഇതിനെക്കുറിച്ചുള്ള റീല് ഞാൻ ഇട്ടിരുന്നു കേസ്. 6 മണിയായപ്പോൾ ഇട്ടിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലോഗോയാണ് കേസ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ എഡിഷൻ ഞങ്ങൾ ഇന്നലെ ഞാനും എൻ്റെ ആശറും കൂടെ എഡിറ്റ് ചെയ്തായിരുന്നു കേസ്. അപ്പോൾ അങ്ങനെയുള്ള എഡിറ്റിംഗ് ആണ് ഇത്. നമ്മൾ എവിടെ തൂക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് വിടാം. അപ്പോൾ നമ്മുടെ ഇത് ഈ ഏരിയയിലായിട്ട് ഇച്ചിരി വെക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് കേസ്. മാസ്റ്ററിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞ ഒരു അപാരം ബുദ്ധിയാണ്. അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ബുദ്ധി തന്നെയാണ്. അത് നമ്മളിങ്ങനെ ഇതേ മോഡലിൽ തന്നെ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിൻ്റെ പണിയൊക്കെ തീർന്നില്ല. ഇനി ഇവിടെ ഇനി യൂട്യൂബിൻ്റെ കളർ കൊടുക്കണം. ഇതിന് ഓരോ കളർ കറക്റ്റ് അളവിനുള്ള കൊടുക്കണം. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മളിരിക്കുന്ന ഷീറ്റ് കേസ് ഇതാണ് നമ്മുടെ മെയിൻ ഷീറ്റ്. പിന്നെ അത് നമ്മുടെ ക്യാമറമാൻ EMIയുടെ ഷീറ്റാണ് കേസ് അത്. പിന്നെ ഈ ഷീറ്റ് വരുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ, നമ്മുടെ സ്റ്റിക്കർ വർക്കറും നമ്മുടെ ആക്ടറുമായ ആശറിന്. അവൻ്റെ പേര് ആശറെന്നൊന്നും അല്ല, അവൻ്റെ ഒരു പേരുണ്ട്. ഞങ്ങൾ ചുമ്മാ തമാശ വിളിക്കുകയാണ്, ആശർ എന്ന് വിളിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ഇത്രയും സ്പേസ്, ഓൾറെഡി ഇത്ര സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ എപ്പോഴും ഇരിക്കുമ്പോൾ നമുക്ക് ബോറടി എന്ന് പറയും. നിങ്ങൾക്ക് ബോറടിക്കത്തില്ല, നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ബോറടിക്കത്തില്ല. ഞങ്ങൾക്ക് അതിനൊരു സംഭവം വെച്ചിട്ടുണ്ട്. വാ, അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇതിന് മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇതെന്ന് വെച്ചാൽ 4000 വോൾട്ട് വരുന്ന പിന്നെ സാംസങ്ങിൻ്റെ JBL കേസിയിരിക്കുന്നത്. മൊത്തം 4000 വോൾട്ട് വരും ഇത്. പിന്നെ നല്ല ശബ്ദമുണ്ട്. ഇതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ ഇതിലാണ് നമ്മൾ പാട്ട് കേൾക്കാനും ചെയ്തോളൂ. പിന്നെ അടുത്തായിട്ടൊരു ഞങ്ങളിവിടെ ഫുള്ള് നെറ്റിൻ്റെ ഇത് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ കർട്ടൺ അടിച്ചിട്ടുണ്ട് കേസ്. കർട്ടൺ അടിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ലൈറ്റ് വർക്കുകളൊന്നും ഇല്ലായിരുന്നു. ഈ ഷീറ്റൊക്കെ നേരത്തെ ഇവിടെ കിടന്നിരുന്നതാണ് കേസ്. നമ്മൾ തട്ടിക്കൂട്ടി ഒരു നടത്തി ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു കേസ്. പിന്നെ ഫാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ടെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ കർട്ടണാണ്. പിന്നെ നമ്മുടെ അവിടെ ഉള്ള ഏരിയകൾ. പിന്നെ ഇവിടെയാണ് നമ്മുടെ എഡിഷൻ സ്പോട്ട്. ഇവിടെയാണ് ഫുൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് കേസ്. അപ്പോൾ കേസ് EMI ഇവിടെ വന്നില്ലടാ. അതെ കേസ്, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുക ഞാൻ മറന്നുപോയി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ ഉണ്ടോ? ഫ്രീ ഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഫ്രീ ഫയർ എന്ന്
കമൻറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ആ കമൻറ്റ് ഇടുന്നവർ എന്നെ ഫോളോവർ ആയിരിക്കണം. ഫോളോ ആണെങ്കിൽ ആ കമൻറ്റ് ഇടുന്നവർക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് ഇമോട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഡയമണ്ട് ടോപ്പപ്പോ എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ എന്ത് വേണം ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും EMI കാണണമെന്നുണ്ടോ? ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായിരിക്കും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതാ വരുന്നതായിരിക്കും. ബൈ. ഹലോ ഗൈസ്, ഞാൻ EMI. ഇവനാണ് ഗൈസ് നമ്മുടെ EMI. ഇവനാണ് എല്ലാത്തിനും നമ്മുടെ ക്യാമറ എഡിറ്റിങ്ങിന് എല്ലാത്തിനും ഇവനാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവനെ കുറച്ച് നേരം നമ്മുടെ ക്യാമറ കാണിക്കുന്നില്ല. നമ്മളായിരിക്കും എൻ്റെ വീട്ടിലൊക്കെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ശരി. അല്പം ഗൈസ് ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങളായി മെയിനായിട്ട് ഇൻസ്റ്റ ഫോളോ ചെയ്ത് വെച്ചേക്കണം. പിന്നെ അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ അതേപോലെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. എപ്പോഴാണ് ഗിഫ്റ്റ് വരുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ എപ്പോൾ കമൻറ്റ് ഇടുന്നോ അതിലെപ്പോൾ ഫോളോ ചെയ്യുന്നോ എനിക്ക് മെസ്സേജ് വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നതാണ് ഗീസ്. അതേപോലെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ കാണിച്ചത്. ഇതാണ് ഈ സ്റ്റാൻഡ്. നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സാധനം. നല്ല നീളം വരും. നമുക്ക് എവിടെയാണ് കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിൻ്റെ വില വരുന്നത് 4800 രൂപയാണ് കേസിൻ്റെ വില വരുന്നത്. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്തിടുക, കമൻറ്റ് ഇടുക. ഫ്രീ ഫയർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തിട്ടേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാവർക്കും